അപ്പോൾ ലാറ്ററൽ എൻട്രി അഡ്മിഷൻ നോക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഇനിയിപ്പോൾ എന്നാണ് കോളേജിലേക്ക് പോകേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ കൗൺസിലിങ്ങിനുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നോഡൽ പോളിടെക്നിക് കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കൗൺസിലിങ്ങിനുള്ള സ്ലിപ്പ് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്തതിനു ശേഷം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷമുള്ള ഒരു സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ ഇതിന് തൊട്ട് മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കൗൺസിലിങ്ങിൻ്റെ രജിസ്റ്റർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ സ്ലിപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഇതുവരെ സബ്മിറ്റ് ചെയ്തുള്ള അപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ആ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള എല്ലാവരുടെയും സംശയം ഈ രജിസ്ട്രേഷനും കാര്യങ്ങളും സ്ലിപ്പും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എന്നാണ് കോളേജിൽ പോകേണ്ടത് എന്നുള്ളൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ കൗൺസിലിംഗ് 15/6/2026 കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ 16/6/2026 മുതൽ 19/6/2026 വരെയാണ് നടക്കുന്നത്. അതായത് നിങ്ങൾ ബന്ധപ്പെട്ട പോളിടെക്നിക് കോളേജിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നോഡൽ പോളിടെക്നിക് കോളേജായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കോളേജിൽ കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ നടക്കുന്നത് 16/6/2026 മുതൽ 19/6/2026 വരെയാണ്. അപ്പോൾ 16-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കോളേജിൽ പോയിട്ടുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ പിന്നീട് വരുന്നത് 23/6/2026 മുതൽ 29/6/2026 വരെയാണ്. അതായത് ഈ കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ കഴിഞ്ഞിട്ട് ചില കോളേജുകളിലൊക്കെ സീറ്റ് ഫില്ല് ആവാനുണ്ടായിരിക്കും. ചില കുട്ടികൾ അഡ്മിഷൻ വേണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കും. അപ്പോൾ അവിടെ സ്പോട്ട് അഡ്മിഷൻ നടക്കും. അതായത് ആ ഒരു ബന്ധപ്പെട്ട കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കും. അത് 23/6/2026 മുതൽ 29/6/2026 വരെയാണ്. സ്പോട്ട് അഡ്മിഷനിൽ ഒരുപാട് കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്ത കുട്ടികൾക്കൊക്കെ സീറ്റ് കിട്ടും. മറ്റേത് എന്നാണ് കോളേജിൽ പോകേണ്ടതെന്നുള്ള ഒരു സംശയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു. കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ വരുന്നത് 16/6/2026 മുതൽ 19/6/2026 വരെയാണ്. അപ്പോൾ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. താങ്ക്